എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് എത്തിക്കും, മണിക്കൂറുകൾക്കുള്ളിൽ അവരിൽ നിന്നും ശുഭവാർത്ത എത്തും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അറിയാം, ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിവേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വലിയ തരത്തിലുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള സന്തോഷം നൽകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് കാർഡുകളിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. ഏസ് ഓഫ് വാണ്ട്സ് ആദ്യമായി നാം ഈ 6 കാർഡുകളിൽ ഒന്നാമതായി വരികയാണ്. ഇവിടെ നാം നോക്കുന്നത് യൂണിവേഴ്സിൽ നിന്നും മണിക്കൂറുകൾക്കകം എത്തുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. പുതിയ തുടക്കമാണ് ഏസ് ഓഫ് വാണ്ട്സ് നമുക്ക് നൽകുന്നത്. സൃഷ്ടി പ്രേരണ, സജീവത, അതായത് തളർന്നു നിൽക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് ശക്തി പകരുന്നു. ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾക്ക് പിന്നോക്കം ആയിപ്പോയത്, നിങ്ങൾ പിന്നോക്കമായെന്ന് നിങ്ങൾ സ്വയം വിഷമിച്ച, നിങ്ങൾ പിന്നോക്കമാക്കപ്പെട്ട മേഖലകളിൽ നിങ്ങൾക്ക് കരുത്തും പുതിയ തുടക്കവും നേട്ടവും നൽകുന്ന ഒരു കാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ഒരു കാര്യത്തിലെ പിന്നോക്കാവസ്ഥ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉള്ള പിന്നോക്കാവസ്ഥ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നു. ആ പിന്നോക്കാവസ്ഥ ഏത് കാര്യത്തിലാണോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ വലിയ ആവേശത്തോടെയും ഊർജ്ജസ്വലതയുടെയും ഒരു പുതിയ പദ്ധതിയിലേക്കോ അവസരത്തിലേക്കോ പുതിയ ബന്ധത്തിലേക്കോ ചുവടുവെക്കാൻ തയ്യാറാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീഡിംഗ് ആണ്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളൊരു ആവേശത്തോടെ ഊർജ്ജസ്വലതയുടെ ഒരു പുതിയ പദ്ധതിയിലേക്ക് എത്തുന്നു, പുതിയ നേട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ അവസരം നിങ്ങൾക്ക് വലിയ വിജയം കൊണ്ടുവരും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഇതുവരെ തകർന്നിരുന്ന അല്ലെങ്കിൽ ദുഃഖമുണ്ടായിരുന്ന, മുന്നേറ്റം ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. നമുക്ക് അതിവേഗം തന്നെ രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സ്വത്ത് സംരക്ഷണവും സുരക്ഷിതത്വവും. നിങ്ങൾ സുരക്ഷിതത്വമില്ലായിരുന്ന അവസ്ഥയിൽ നിന്ന് സുരക്ഷിതത്വത്തിലേക്ക് എത്തുന്നു. സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നു, മെച്ചമുണ്ടാകുന്നു. നിങ്ങൾ പിടിച്ച് വെച്ച എന്താണോ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. മനസ്സിൽ അല്പസ്വല്പം പിശുക്ക് നിങ്ങൾക്കുണ്ട്. വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഒരു ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വരുന്നു. വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തികമായ നേട്ടം നിങ്ങളുടെ കയ്യിലെത്തുന്നൊരു കാലഘട്ടവും കൂടിയാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു, സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാകുന്നു. പക്ഷേ ഉള്ള മുതലുകൾ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ ഒരു സൗഭാഗ്യമായിട്ട് കണക്കാക്കാം. കഷ്ടപ്പാടില്ല. വരാൻ പോകുന്നത് ഇല്ലായ്മയല്ല, നിറഞ്ഞ അവസ്ഥയാണ്. കലവറകൾ നിറഞ്ഞ അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് ഐശ്വര്യവും സമൃദ്ധിയുമാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ചാരിയോട്ട് എന്ന് പറയുന്ന കാർഡിലേക്ക് നമുക്ക് പോകാം. വിജയത്തിനായിട്ടുള്ള പ്രതിബദ്ധതയും നിയന്ത്രണവും നിങ്ങൾ പരിശീലിക്കുന്നു. ജീവിതത്തിൽ വിജയത്തിനോട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. വിജയത്തിൽ കുറഞ്ഞ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ പോസിറ്റീവായിട്ടൊരു വിജയം കൈവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കടുത്ത ശ്രമങ്ങളും ആത്മവിശ്വാസവും കൊണ്ട് വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. വെറുതെ കിട്ടിയ വിജയമല്ല. വിജയം യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് ഉപയോഗിച്ച് വിജയം നേടിയ വ്യക്തിയാണ്. വെറുതെ നിന്നതല്ല, അത് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് നേടിയതാണ്. കടുത്ത ശ്രമങ്ങളും ആത്മവിശ്വാസം കൊണ്ട് നേടിയ വിജയം എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്.
നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെ തരണം ചെയ്ത് മുന്നേറുക. മനസ്സിൽ ചില സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ സംശയം വേണ്ട, വിജയത്തെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വിജയം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും. ആ വിജയം നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട. നമുക്ക് 4ാമത്തെ കാർഡിലേക്ക് പോകാം. 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് നിസ്സാരക്കാരനല്ല, അല്ലെങ്കിൽ നിസ്സാരക്കാരിയല്ല എന്നുള്ളതിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നു. സന്തോഷവും സമൃദ്ധിയും കുടുംബ സൗഭാഗ്യവും ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ മനസ്സിൽ വിഷമം ഉണ്ടായത്, തനിക്കും വേണം സമാധാനപരമായൊരു കുടുംബം, തനിക്കും വേണം സമാധാനം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നേടാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടാകുന്നു. നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റമാണ്. കുടുംബത്തിൽ പ്രിയപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറും. ദുഃഖങ്ങളല്ല കുടുംബത്തിലുണ്ടാകാൻ പോകുന്നത്, സന്തോഷവും സമൃദ്ധിയുമാണ്. നിങ്ങൾ കാത്തിരുന്ന ശുഭവാർത്ത വീട്ടിലേക്കോ കുടുംബത്തിലേക്കോ വരാനിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും. ആഘോഷങ്ങളുണ്ടാവും, സന്തോഷമുണ്ടാകും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട. അടുത്തതായിട്ട് നമുക്ക് 5ാമത്തെ പൈൽ ആയിട്ടുള്ള കാർഡ് ക്യൂൺ ഓഫ് സ്വാർഡ് ആണ്. ബുദ്ധിയും വ്യക്തതയും നീതിയും ലഭിക്കുന്നു. നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമല്ല, കൃത്യമായ ബുദ്ധിയും വ്യക്തതയും നീതിയും ലഭിക്കുന്ന ഒരു ജീവിതം ലഭിക്കുന്നു. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങളെ അല്ല, ബുദ്ധിയെ വിശ്വസിക്കുക. ഒരിക്കലും വൈകാരികമായൊരു തീരുമാനം എടുക്കണ്ട എന്നുള്ളൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഉപദേശം വരുന്നുണ്ട്. നിങ്ങളുടെ വിശകലന ക്ഷമതയെ വിജയം നിശ്ചയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു വിജയമാണ്. ബുദ്ധിയെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായി തകരണ്ട, അങ്ങനെയുള്ള ഒരു സാഹചര്യവും കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ക്ഷമ ആണ് നിങ്ങളുടെ വിജയമാകാൻ പോകുന്നത്. അത് നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയോടെ തന്നെ അത് മനസ്സിലാക്കുക. 6ാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സമൃദ്ധിയും സംരക്ഷത്വവും നന്മയും ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഏറ്റവും നല്ല മുന്നേറ്റം. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരതയും വിജയവും ഉണ്ടാകുന്നു. നല്ല അവസരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ എല്ലാ തരത്തിലും മുന്നേറ്റം ഉണ്ടാകുന്നു. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. ജീവിതത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ്. ഇനി അതാണ് വരാൻ പോകുന്നത്. യൂണിവേഴ്സിൽ നിന്ന് പ്രത്യേക സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും. ഓരോ കാർഡും കൃത്യമായ നിങ്ങളോട് പറഞ്ഞതാണ്. ഈ കാർഡുകളിൽ നിങ്ങൾക്കായുള്ള ശുഭവാർത്തകളാണ് മുഴുവനായിട്ടുള്ളത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിജയവും സമൃദ്ധിയും നിങ്ങൾക്ക് ഉറപ്പാകും. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇതുപോലുള്ള ടാരോട്ട് കാർഡ് റീഡിങ്ങുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.